ഹായ് ഫ്രണ്ട്സ്, കുട്ടി ബേബീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ ആവശ്യാനുസരണം കുറച്ച് ചിക്കൻ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ പീസിൽ ആവശ്യത്തിന് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം എനിക്ക് ആവശ്യമായിട്ടുള്ള എരിക്ക് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിയുണ്ട് കേട്ടോ. അത് എരി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ആയാലും കറി വെക്കുമ്പോഴായാലും നമ്മൾ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് കറി ആയാലും ഫ്രൈ ആയാലും ഒരു മണം കിട്ടാനും ഉലുവപ്പൊടി അത്യാവശ്യം നല്ലതാണ്. ഇതിന് ശേഷം ഞാൻ ഇത്തിരി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് ഇനി അടുത്തത് നമുക്ക് വേണ്ട ശകലം വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വെളിച്ചെണ്ണ വെച്ചാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തൈരും ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കുന്നത് എരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ചിക്കൻ വേവാനും എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. ഞാനതൊന്നും ചേർത്താണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ മസാലയും കൂടെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കി വെക്കാം. ആവശ്യത്തിന് ചിക്കൻ മസാല തട്ടിയിട്ട് കൊടുക്കുക. തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം 10 മിനിറ്റ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെക്കാം. പാൻ ഒന്ന് നല്ലപോലെ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ സാധിക്കൂ. ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ എണ്ണ ഇവിടെ ഒരുവിധം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ചിക്കൻ കാലാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അത്രയും ഞാനിവിടെ വെക്കുന്നില്ല, പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. എൻ്റെത് ഏകദേശം ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം എപ്പോഴായാലും ചിക്കൻ വേവിക്കാനായിട്ട്. ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ വേണം കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്ന് തിരിച്ചിടുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു ലൈക്ക് കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴും ഞാൻ താണ്ടേ ചിക്കൻ കാല് ഇവിടെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും കൂടെ ഇതുപോലെ വറക്കാനായിട്ട് എടുത്തിട്ട് വെക്കാം. എല്ലാം ഞാനിവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.